തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വമ്പൻ ട്വിസ്റ്റുകൾ സംഭവിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് AIDMKയിൽ പിളർപ്പുണ്ടാകാനുള്ള സാധ്യതകൾ ഏറുന്നു. വലിയൊരു വിഭാഗം MLA-മാർ പാർട്ടി വിടാൻ പോകുന്നു. വിജയ്ക്കൊപ്പം ചേരാൻ അവർ തീരുമാനമെടുക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. എടപ്പാടി പളനിസ്വാമി ആകട്ടെ വലിയ ശ്രമം നടത്തുന്നു ഈ MLA-മാരെ കൂടെ നിർത്താൻ. അതേസമയം ഉപാധികളോടെ വിജയ്ക്ക് പിന്തുണ നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത് BJPക്കൊപ്പം സഹകരിക്കരുത്, BJP ഘടകകക്ഷികളുമായും കൂട്ടുകൂടരുത് എന്ന് തന്നെയാണ്. ഒപ്പം 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യവും കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയാണ്. നാളെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് വിവരം. 9 മന്ത്രിമാരും വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും എന്നും വിവരമുണ്ട്. TJ സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സജിത്ത്, എന്താണ് തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ നീക്കങ്ങൾ? 10 MLA-മാരുടെ പിന്തുണ കൂടി വേണം, അത് ഉറപ്പിച്ചു കഴിഞ്ഞോ വിജയ്? നാളെ സത്യപ്രതിജ്ഞ, നാളെ രാവിലെ 11:30 സത്യപ്രതിജ്ഞ. ഇതിനുള്ള നീക്കത്തിലാണ് വിജയ് ഒരുങ്ങുന്നത്. വിജയ് തമിഴകത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 9 ക്യാബിനറ്റ് മന്ത്രിമാരുടെ ഒപ്പം സത്യപ്രതിജ്ഞ ചെയ്യും. ഇതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ആശയക്കുഴപ്പം ഇപ്പോഴും അവശേഷിക്കുന്ന കാര്യം വിജയ് എങ്ങനെ കേവല ഭൂരിപക്ഷം തികയ്ക്കുമെന്നതാണ്. കോൺഗ്രസിന്റെ പിന്തുണ കിട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കോൺഗ്രസിന്റെ നിബന്ധന ഇതാണ്: BJPയുടെ പിന്തുണ തേടരുത്, BJP ഘടകകക്ഷികളുമായി NDA ഘടകകക്ഷികളിലെ ഒരു കക്ഷിയുമായുള്ള പിന്തുണ തേടരുത്, ഒപ്പം തന്നെ ഒരു മതേതര ബദലായി ഉറച്ചു നിൽക്കണം. ഇങ്ങനെയുള്ള നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം 2 മന്ത്രിസ്ഥാനം, 2-ലധികം മന്ത്രിസ്ഥാനം എന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ നിലപാടിലൂടെയാണ് കോൺഗ്രസിന്റെ പിന്തുണയ്ക്ക് ധാരണ ഉണ്ടാവുന്നത്. ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറും. അതനുസരിച്ചുള്ള തീരുമാനമുണ്ടാകും. എന്തായാലും KC വേണുഗോപാൽ നൽകുന്ന സൂചന അനുസരിച്ച് കോൺഗ്രസിന്റെ പിന്തുണ വിജയ്ക്ക് തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ 5 പേരെ കൂടി കൂട്ടിച്ചേർക്കുന്നു. പക്ഷേ വേണ്ടത് പുതിയതായി 10 MLA-മാരുടെ പിന്തുണയാണ്. കേവല ഭൂരിപക്ഷം 118 എന്ന അംഗസംഖ്യ തികയ്ക്കാൻ ആവശ്യമായി വരുന്നത്. മറ്റാരുടെയൊക്കെ പിന്തുണ എന്നതാണ്. കോൺഗ്രസിന്റെ പിന്തുണ കിട്ടിയാൽ സ്വാഭാവികമായും നിലവിലുള്ള 2 ഇടതു പാർട്ടികൾ CPM-ഉം CPM 2 കക്ഷികൾ വീതമുള്ള അവരുടെ പിന്തുണ കിട്ടും. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ പിന്തുണ ലഭിച്ചാൽ 6 പേർ കൂടിച്ചേരും. അങ്ങനെയെങ്കിൽ 119 പേരുടെ പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് വിജയ്ക്ക് സാങ്കേതികമായി കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയും. എന്തായാലും നാളെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതാണ്